ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് സാക്ഷ്യമായിട്ട് പ്രത്യേകിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സഭയുടെ ഏക വളരെ അവസ്ഥകൾ സഭയുടെ രണ്ടാമത്തെ മകളായിരുന്ന നാൻസിമോൾ നമുക്ക് മകളായി ലഭിച്ച് കുടുംബത്തിലേക്കുള്ള കാലങ്ങൾ മാത്രമല്ല വളരെ ചെറുപ്പം മുതൽ തന്നെ വിളിച്ച് പല കാര്യങ്ങൾ ഇടപെടുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുള്ള കൃഷ്ണദാസനാണ് കൃഷ്ണദാസിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറയുവാൻ നമുക്ക് കഴിയും. എന്നാൽ നമുക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കുടുംബമായി ഉള്ളതായിരിക്കുന്ന ബന്ധവും ആത്മാർത്ഥമായിരിക്കുന്ന ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ആ സത്യം ഒന്ന് പ്രസ്താവിക്കാൻ മാത്രമേ സഭയുടെ ദാസനെ സമർപ്പണ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാൻ കർത്താവിൻ്റെയായി താനും അങ്ങനെ സന്തോഷമുള്ളവരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പല പ്രാവശ്യവും പല പ്രതിസന്ധികളും തന്റെ ജീവിതത്തിൽ നേരിട്ടപ്പോഴൊക്കെ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ നിലയിൽ യാതൊരു വീഴ്ചയും ഇല്ലാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രേരണയ്ക്ക് മാത്രം വിധേയപ്പെട്ട് താൻ തീരുമാനങ്ങൾ എടുക്കുകയും വളരെ ദൈവസ്ഥയിൽ ധൈര്യമുള്ളവരായിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ കാണുവാനായിട്ട് കഴിയും. അതിൽ ദേവദാസനെ വളരെ സുസ്ഥിരമായ നിലയിൽ എനിക്ക് ഓർക്കുവാനും ആ നിലയിൽ വിശ്വസിക്കുവാനും കഴിയും. ഞങ്ങളുടെ ബന്ധു എന്ന നിലയിൽ എൻ്റെ മൂത്ത മകൻ ആണ് നാൻസിമോളെ വിവാഹം കഴിച്ചത്. അതിലെ ഞങ്ങൾക്ക് ഉള്ളതായിരിക്കുന്ന ആ സന്തോഷം കർത്താവിന്റെ ദാസേറിയായിരിക്കുന്ന ദാസനെ ഞങ്ങൾക്ക് ബന്ധുവായി ലഭിച്ചു. കുടുംബം ഇതിനെയും പ്രശംസനീയ നിലയിൽ കർത്താവിനെ സേവിക്കുന്നവരുടെ കടയുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒറീസയിലെ സന്ദർശിക്കുകയും ഇവരോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇതിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇങ്ങനെ കർത്താവ് അവസരം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടതുപോലെ കർത്താവ് ഓട്ടം തെളിയിക്കുന്ന ഒരാളായിട്ടല്ല, അതിലൂടെ പൊരുതി എന്നുള്ളത് അത് സുഖമാണ്. എങ്ങനെയും ഓട്ടം തെളിയിക്കുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ള ഉള്ള ജീവിതമല്ല എൻ്റെ ജീവിതം. ചുരുങ്ങിയതാണ് അത് ഒന്നും കുഴപ്പമില്ല. കർത്താവ് വളരെയധികം ഉപയോഗിച്ചു എന്നുള്ളത് വളരെ സന്തോഷവും കൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ആശ്വസിക്കാൻ കർത്താവിനാണ്. പ്രിയ ദാനിയേൽ സാറിന് 4 മക്കളാണ്. രണ്ടാമത്തെ മകനാണ് സന്ധ്യയിലേക്ക് ചേർക്കപ്പെട്ട ഇപ്പോൾ മൂന്നാമത്തെ മകൻ രാജുവിന്റെ younger brother. We've been living in Canada since 1981, so forgive me for speaking in English. I have known Sunny Chan all my life and have many stories and fond memories of him. Time will not permit me to share them, so they remain as precious memories in our hearts. We grew up in a home where the Lord Jesus had preeminence in all things. A home where the word of God was taught by our Father every day, morning and evening, in the family devotion time. The Lord was gracious to us in giving us parents and grandparents who have left a great Christian legacy and heritage. We had lots of fun growing together, and later when we come together during holidays, our children
recounted Sunny Chan's acts of love to make them feel so special and how proud they are of their uncle as a great man of God. Last night and this morning, different ones from Orissa testified how faithful Sunny Chan was to his calling and how effective an instrument he was in the hands of his master. There have been, as Brother Roy mentioned earlier, there have been at least 10 times he was brought back from the brink of death. Through many sicknesses, car accidents, fiery explosion, toxic infection, and so on, God brought him back to life each time as he had great purpose for his life. There was more that God wanted Sunny Chan to achieve for him. Now this last time, the Lord said, well now my good and faithful servant, it is time for you to come home. He finished his course faithfully and fought the fight valiantly. And now he has gone to receive his crown of righteousness. Each time he was brought back from the brink of death, the Master was adding another crown, another jewel to his crown. The scripture tells us that to those who love God and to those whom God loves, all things work together for good. When I look at Rachel, his wife, who's widowed, Missy and Nancy and their families, when I think of their little girl Missy, when I consider our father and Abraham Apachan from Humana, it is extremely hard to take. But we trust the Lord's wisdom, His will, and His purpose are perfect. Although we do not fully fathom it all in our human limitations. As the Master stretches out His hand to welcome His faithful servant, the God of all comfort and the Father of mercies, holds them in close embrace and comforts them. For Sunny Chan did the work of an evangelist and endured hardship as a good soldier of Christ Jesus. He had gone through many hardships, yet he never complained. He always had a smile on his face and a very pleasant demeanor. The hymn writer says, there are depths of love that I cannot know, till I cross the narrow sea. There are heights of joy that I may not reach, till I rest in peace with Thee. And he is enjoying that bliss today as we speak. In his life, he moved around quite a bit, from Toronto to Pathanamthitta, to Bombay for his work, then to Muscat, and to different places in Orissa for ministry. He changed his address several times. Now, the Lord said, Sunny, my dear child, it's time for you to come home and give me a permanent address. It's his address now is Sunny T. Daniel, care of Jesus Christ, Amen. I'm also reminded of a hymn that we sing in our assembly sometimes.
seems the earth so poor and vast, all our life joy overcast. Hush be every murmur done, it is only till He come. Our sunshine has entered His rest. Our hearts are saddened, our joy overcast. But no need to sorrow and mourn, because the separation is but for a moment. It is only till He come. When our Savior comes back, sunshine and all those who are dead in Christ will rise first, and then those who remain and have trusted in the Lord will be caught up together. We will all be with our loving Savior and bear His image for all His eternity. What a glorious hope, my dear brothers and sisters. May His name be glorified today and forevermore. രാജാനെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കുന്നു. കോട്ടാലെ കുടുംബത്തിന് പ്രതിനിധി എന്ന നിലയിൽ ഡോക്ടർ നോബൽ എബ്രഹാം ചില വാക്കുകൾ വിശ്വസിച്ചു. ഞങ്ങളെ സംബന്ധിച്ചോളം സന്നിച്ചൊരു അത്ഭുത മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത ജീവിതമായിരുന്നു. സാധാരണ മനുഷ്യൻ നോക്കാവുന്ന രീതിയിലായിരുന്നില്ല സന്നിച്ചന്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ യുവാവായിരുന്നപ്പോൾ സന്നിച്ചന്റെ മുഖത്ത് നൽകുന്ന അതേ സന്തോഷം, അതേ പ്രത്യാശ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വെല്ലൂരിലെ ആശുപത്രികളിലേക്ക് ഞാൻ ബന്ധപ്പെട്ടു കാണാനുണ്ടായിരുന്നു. ദൈവത്തിന്റെ അത്ഭുതമായ കാര്യങ്ങൾ കാണാനുള്ള ഉത്തമ ബോധ്യത്തിൽ ഓരോ നിമിഷവും ചെലവഴിച്ച ഒരു മഹാനായ ദൈവ മനുഷ്യനായിരുന്നു സന്നിച്ചൻ. മയൽപ്രായം വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷകരയ്ക്കായി വേർതിരിഞ്ഞ് ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ കുന്നുകളും മലകളും താണ്ടി നടന്ന് സുവിശേഷം അറിയിച്ച ബൈബിൾ ക്ലാസുകൾ നടത്തിയ ഡോക്ടർ ടി എ മാമൻ, സുശേഷൻ ടി എ മാമൻ അവരുടെ കൊച്ചുമകൻ ജോലിയോടുകൂടിയാണെങ്കിലും കേരളത്തിൽ അങ്ങോട്ടോളം നടന്ന സുശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ച പത്തനംതിട്ട ടി എം ഡാനിയൽ സാറിന്റെ മകൻ. അവരെ ദൈവം ഏൽപ്പിച്ചത് ഇതിലൊക്കെ തീവ്രമായ ജീവിത അനുഭവങ്ങളായിരുന്നു, വെല്ലുവിളികളായിരുന്നു. ഗ്രാഫ് സ്റ്റേഷനെ ചുറ്റുവന്ന വർഗീയ വിദ്വേഷവും അതുപോലെയുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്ന ഓഗീസിയുടെ പ്രദേശത്തേക്ക് 45 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ള ആ പ്രദേശത്തേക്ക് തന്റെ കൈകുഞ്ഞുമായി പോകാൻ തക്കോണം, അവരെ പറഞ്ഞയക്കുവാൻ തക്കോണം ദൈവം പ്രിയ അപ്പച്ചനെയും ഡാനിയൽ സാറിനെയും അതുപോലെ തന്നെ ഉമ്മനാട്ടെ എബ്രഹാം സാറിനെയും ശക്തീകരിച്ചു എന്നുള്ളത് തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ദർശനം അല്ലെങ്കിൽ ദൈവിക ദർശനത്തിന്റെ വെളിപ്പാട് നമുക്ക് മനസ്സിലാകും. സന്നിച്ചൻ പല പ്രാവശ്യം മരണത്തിലേക്ക് കടന്നു മരണത്തെ അഭിമുഖീകരിച്ചിട്ടുള്ളത് നമ്മൾ കേട്ടു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സന്നിച്ചൻ ഇങ്ങനെ ഒരു അവസ്ഥ, എന്തുകൊണ്ടാണ് സന്നിച്ചൻ മരണത്തെ അഭിമുഖമായി കാണേണ്ടതായത്. സന്നിച്ചന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവം സന്നിച്ചനെ തന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ തിടുക്കം കൊണ്ടുകയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2007 ഒരു ആശുപത്രിയിൽ സന്നിച്ചൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് സന്നിച്ചനെ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പച്ചനും കുഞ്ഞിഞ്ഞമ്മയൊക്കെ പുറത്തേക്ക് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നപ്പോൾ അപ്പച്ചൻ അടുത്ത മുറിയിലേക്ക് കയറി കഥടച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എന്നാൽ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സന്നിച്ചനെ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിനെ പുറത്തു കൊണ്ടുവരുന്നത്. സന്നിച്ചനെ ദൈവം വീണ്ടും തന്റെ സന്നിധിയിലേക്ക് ചേർക്കാൻ ആഗ്രഹിച്ചെന്നാൽ ഡാനിയൽ സ്വതന്ത്ര അപ്പച്ചന്റെയും എബ്രഹാം സാറിന്റെ അതുപോലെ കുഞ്ഞമ്മയുടെ കണ്ണീരിന്റെ മുമ്പിൽ ദൈവം വീണ്ടും ഞങ്ങളുടെ സന്നിച്ചനെ തിരികെ തരികയായിരുന്നു. ഇവിടെ ഞങ്ങളോട് തെറ്റിയിരിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ദൈവം വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ സന്നിച്ചാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ വീട്ടിൽ വരും. ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുറികളിലേക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് കയറി വരുന്ന സന്നിച്ചാൻ മുഖം എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കും. സന്നിച്ചാൻ വീട്ടിൽ വന്നാലും ആത്മീയമായി ഞങ്ങളെ പ്രൊട്ടക്ട് വാക്കുകളായിരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നത്. പോലീസിലെ പ്രശ്നങ്ങളെ കുറിച്ചോ പ്രയാസങ്ങളെ കുറിച്ചോ അദ്ദേഹം ഒരിക്കലും ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ ദൈവം
ദൈവം തന്നെ കൂടി അല്പങ്ങൾ ചെയ്യുന്നു കാര്യങ്ങൾ പോലും താൻ പറയാറില്ലായിരുന്നു. താൻ പറയുന്ന വാക്കുകൾ വളരെ മിതമായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു അത്ഭുതമായ പ്രവർത്തി തന്നെ കൊണ്ട് ദൈവം ചെയ്യിച്ചോർത്ത് ദൈവനാഥനോട് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങളുടെ സന്നിധാനെ പരിപാലിച്ച ഈ നാളുകളൊക്കെ ഈ പ്രയാസത്തെ കഷ്ടതയുടെ നാളുകളൊക്കെ കൂടെ നിന്ന് പരിചരിച്ച ഞാൻ കുഞ്ഞുഞ്ഞമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുഞ്ഞമായിട്ടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരുകയില്ല. ആശുപത്രിയിലായിരുന്നപ്പോൾ ആൻസി ഓരോ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു കൗണ്ടറിൽ നിന്ന് വേറൊരു കൗണ്ടറിലേക്ക് സന്നിധാന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ആ കുഞ്ഞുങ്ങൾ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ആശുപത്രിയിൽ ആൻസിയും ഡിസിയും മാറി മാറി സഞ്ചാരം ശുശ്രൂഷകളുണ്ടായിരുന്നു. അവരെ അനുവദിച്ച അക്ഷയ ബസ്സിലുമൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സകലവും നന്മയ്ക്ക് കുടിക്കഴിഞ്ഞ് ഇടിയാക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിധാനം ഞങ്ങളൊരു വഴികാട്ടിയാണ്, ഞങ്ങളൊരു കീഴായ മാതൃകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന് ദൈവസന്നിധിയിൽ മാനം കൽപ്പിച്ചെടുക്കാൻ ഇടയാക്കിയ ആ സന്നിധാനെ ദൈവം അനുഗ്രഹിച്ച് സന്നിധിയിലേക്ക് ചേർത്തിരിക്കുകയാണ്. സന്നിധാനെ ഓർത്ത് ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. സന്നിധാന്റെ കുടുംബത്തെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നു. തുടർന്നും ഞങ്ങളെ സന്നിധാനം അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള പറഞ്ഞു ദൈവം ഞങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ദൈവമാകുന്നതാണ്. CMC നിലവിലെ സ്റ്റാഫ് പറഞ്ഞത് ഇത്രമാത്രം ഞങ്ങളോട് സഹകരിച്ച ഒരു കൃഷ്ണദാസനെ ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ ക്ഷീണിതനായി ഇദ്ദേഹത്തിന്റെ വെയിൽ കണ്ടെത്താനായിട്ട് അവരെ കൈകൾ കുത്തിപ്പറിച്ചു. എന്നാൽ ആ കൈകൾ തിരിച്ചു വലിക്കുകയോ അവരോട് എന്തെങ്കിലും സഹിഷ്ണുതയില്ലാതെ പറയുകയോ ചെയ്തതായിട്ട് ഒരാൾ പറഞ്ഞു. അത്ര സഹിഷ്ണുതയുള്ള മനുഷ്യൻ ദീർഘവർഷങ്ങൾ കർത്താവിന്റെ പേരിൽ താൻ അനുഭവിച്ച ആ പ്രയാസങ്ങളുടെ നിരവധിയായ അനുഭവങ്ങൾ അങ്ങനെ ഒരു ഹൃദയം അദ്ദേഹത്തിന് നൽകി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൃഷ്ണദാസൻ ഇപ്പോൾ ജന്മത്തിന്റെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ପୂର୍ବରୁ ଉଦୟ ଭାଇ ଓଡ଼ିଶାରୁ ଆସିଥିଲେ, ସେ ଶନି ଭାଇଙ୍କର ହାଇଡ୍ରୋ ଦୃଷ୍ଟିକୋଣରୁ ଏବଂ ରିଲିଜିୟସ୍ ଆକ୍ଟିଭିଟିଜ୍ରୁ ତାଙ୍କର ସମସ୍ତ ବିଷୟ କହିବାକୁ. എന്റെ മുൻപ് സംസാരിച്ച സഹോദരങ്ങളുടെ സണി സഹോദരന്റെ അവിടെയുള്ള ആത്മീയ ശുശ്രൂഷയെ കുറിച്ചുള്ള വിവരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ମୁଁ କିନ୍ତୁ ସେକୁଲାର ପଏଣ୍ଟ ଅଫ୍ ଭ୍ୟୁ ଗୋଟେ ବିଷୟ ଶନି ଭାଇଙ୍କର ବ୍ୟକ୍ତିଗତ ଭାବେ ମୁଁ ଅନୁଭବ କରିଛି ସେ ବିଷୟ କହିବାକୁ. എന്നാൽ വ്യക്തിപരമായിട്ട് എന്റെ ജീവിതത്തിൽ ഈ സഹോദരനും ഈ കുടുംബവും അവർ ചെയ്ത ഒരു നല്ല കാര്യത്തെ കുറിച്ച് ചുരുക്കത്തിൽ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1996 ମସିହାରେ ସରକାରୀ କାର୍ଯ୍ୟରେ ମୁଁ ଜୟପୁରରେ ତହସିଲଦାର ହିସାବରେ ଯେତେବେଳେ କାର୍ଯ୍ୟରେ ଯୋଗଦାନ କଲି, 1996 ഞാൻ ജയ്പൂരിലെ തഹസിൽദാറായിട്ട് ചുമതല ഏറ്റെടുത്തത്. ସେତେବେଳକୁ ମୁଁ ଏବଂ ମୋର ସ୍ତ୍ରୀ ଆମେ ଚିନ୍ତା କରୁ ଯେ କେଉଁ ଚର୍ଚ୍ଚକୁ ଆମେ ଯାଇକି ଉପାସନା କରୁ. ജയ്പൂരിൽ എത്തിയ ശേഷം അവിടെ ഏത് കുടിവരവിൽ പോയി കർത്താവിനെ ആരാധിക്കണമെന്ന് ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾ ചിന്തിച്ചു. ଗୋଟିଏ ବଡ଼ ଚର୍ଚ୍ଚ ହିସାବରେ PLC ଚର୍ଚ୍ଚ ଥିଲା. അന്ന് ആ ടൗൺഷിപ്പിൽ ലൂഥറൻ ചർച്ച് ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ ചില ആഴ്ചകൾ കടന്നുപോയി. କିନ୍ତୁ ସେ ଅନୁଭବ ଶାନ୍ତି ପାଉନୁ. എന്നാൽ അവിടെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരു സന്തോഷവും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ସେ ସମୟରେ ଜଣେ ଆମର ରିଲେଟିଭ് ଶନି ଭାଇଙ୍କୁ ଦିନେ ମୋର ଅନୁପସ୍ଥିତିରେ ଆମର ସରକାରୀ କ୍ୱାର୍ଟରକୁ ନେଇକି ଆସିଲେ. ആ സമയത്താണ് എന്റെ കുടുംബത്തിലെ ഒരു വ്യക്തി എന്നെ ഞാൻ താമസിച്ച സ്ഥലത്തേക്ക് സണി സഹോദരനെ കൂട്ടിക്കൊണ്ടു വന്നത്. ଆଉ ଶନି ଭାଇ ଯେତେବେଳେ ରିക്ୱେଷ୍ଟ କରିଥିଲେ ଯେ ଆପଣ ଆମର ଚର୍ଚ୍ଚକୁ ଆସନ୍ତୁ. അപ്പോഴാണ് സണി സഹോദരനോട് പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരും എന്ന് ഞങ്ങളെ ക്ഷണിച്ചത്. ତାପରେ ଆମେ ଚିନ୍ତା କରୁ ଦେଖିବା. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ആ സഭാ കുടിവരവിലേക്ക് പോകുവാൻ ആരംഭിച്ചു. ଧନ୍ୟବାଦ ହଉଛି ସେଇ ଦିନ ଯେପର୍ଯ୍ୟନ୍ତ ମୁଁ ଜୟପୁର ସହର ଛାଡ଼ିଲି ସେ ପର୍ଯ୍ୟନ୍ତ
സ്തോത്രം. ഞങ്ങൾ ജയ്പൂർ ടൗൺ വിടുന്നവരേക്കും ആ സഭ കൂടിയവരും ആ സഭ കൂട്ടായ്മയിൽ തന്നെ തുടരുവാൻ ദൈവമായ ദൈവം നിങ്ങളെ സഹായിച്ചു. എന്റേതും സഹോദരന്റെയും പ്രായം ഒരു പ്രായമാണ്. എനിക്കും 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ସଂସ୍କୃତ ଶ୍ଳୋକ ମୋର ମନେ ପଡୁଛି. എന്റെ മനസ്സിലാണ് ଦୁର୍ଭିକ୍ଷ ରାଷ୍ଟ୍ର ରାଜଦ୍ୱାର ସଂସ୍ଥାନିତ ଜ୍ୟୋତିଷୀ ସମାବେଶ ତାର ମାନେ ହେଲା ଯେ ଯେକୌଣସି ପରିସ୍ଥିତିରେ ହଉ, ସେ ସୁଖ ପରିସ୍ଥିତିରେ ହଉ, ଦୁଃଖ ପରିସ୍ଥିତିରେ ହଉ, ସବୁକାଳିକ ଭାବେ କିଏ ସଦାବେଳେ ସମସ୍ତଙ୍କ ପାଖରେ ଛିଡ଼ା ହୁଏ, ସେ ହିଁ സംസ്കൃതത്തിലെ ഒരു ശ്ലോകമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥമായ എന്റെ അയൽക്കാരൻ, എന്റെ കൂട്ടുകാരൻ. വ്യക്തിഗത വിഷയം പറയുവാൻ ചാହୁଛି. വ്യക്തിപരമായിട്ട് എന്റെ ജീവിതത്തിൽ അനുഭവിച്ച 2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. ഒരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് സഹിതം, ഒരു ഫുഡ് പോയ്സണിങ്, ആഹാരത്തിൽ ഒരു വിഷത്തിന്റെ ഒരു ബാധ ഞങ്ങൾക്ക് ബാധിച്ചു. മറ്റാരും വരുന്നതിന് മുൻപ് തന്നെ പ്രിയ സണ്ണി സഹോദരൻ എത്തി ഞങ്ങളെ ആശാകിരൺ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നവരേക്കും പ്രിയ സഹോദരനും കുടുംബവും ഞങ്ങൾ എല്ലാ ശുശ്രൂഷകളും അവർ ചെയ്യുന്നു. 2008 രണ്ടാമത്തെ പ്രാവശ്യം ഒറീസയിലുണ്ടായ കന്ധമാലിന്റെ കലാപം സമയത്ത് ജയ്പൂരിൽ അതിന്റെ ആഘാതങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ടിടയായി. ആ സമയത്ത് ഞാൻ ജയ്പൂർ മുനിസിപ്പാലിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റ സമയമായിരുന്നു. അവർ വന്നു, എന്റെ ക്വാർട്ടേഴ്സിലേക്ക് തീ വെച്ചു. ദൈവകൃപയാൽ ഞങ്ങളുടെ ജീവൻ തിരികെ നൽകി കിട്ടി, സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീട് കഥാവശ്യത വലിയ കാര്യം, ആ സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ ചെന്ന് കുറച്ചു വർഷം കൂടി ജോലി ചെയ്തു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് ക്വാർട്ടേഴ്സ് കത്തിപ്പോയിരിക്കുകയാണ്, എവിടെ താമസിക്കണമെന്ന്. ഞങ്ങള് ചെന്ന് പ്രിയ സമിസോനോട് ചോദിച്ചു, താങ്കളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഇടം കിട്ടുമോ എന്ന്. ഞങ്ങൾക്ക് മനസ്സിൽ ഭയമുണ്ട്, ഇദ്ദേഹത്തിന് കൂടെ ഇദ്ദേഹത്തിന് ഭവനത്തിൽ താമസിച്ചാൽ ഇദ്ദേഹത്തിനും അവരെതിരെ പ്രവർത്തിക്കുമോ എന്ന്. ଆନନ୍ଦରେ ଖୋଳି ଦେଇଥିଲେ ଆଶିଶ୍ୱର ଶନିବାରୀ ସେଠାରେ ଆମକୁ ଦୀର୍ଘ 2 ମାସ ତାଙ୍କର ସେ ଆତିଥ୍ୟତା ପ୍ରଦାନ କଲେ. ഏകദേശം 2 മാസം ഈ കുടുംബത്തോടുകൂടെ താമസിക്കുവാനായിട്ട് കർത്താവ് രൂപാന്തരം നൽകുന്നു. ସେଥିପାଇଁ ଶନିବାରୀଙ୍କର ସେଇ ବିଷୟରେ ମୁଁ ଆଉ କହିବାକୁ ଅଧିକ ଚାହେଁନି. ഈ കൂടുതലൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. କିନ୍ତୁ ସେ ଯୋଉ ଦେଖିଥିଲେ ଆମର କୋରାପୁଟ ସମଗ୍ର ଓଡ଼ିଶାରେ കൊറാപുട്ടിനു വേണ്ടിയുള്ള കർത്താവ് പ്രിയ സഹോദരന്റെ ഹൃദയത്തിൽ കൊടുത്ത ആ ഭാരം 2 തിമോത്തി 4:6-7 ഞാൻ കുହାଯାଏ. 2 തിമോത്തിയോസിന്റെ 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ଶନିବାରୀ ତାଙ୍କର ସେଇ ଦୌଡ଼ ସମାପ୍ତି କରିବେ. പ്രിയ സണ്ണി സഹോദരൻ തന്നെ ഓട്ടം തികച്ചിരിക്കുന്നു. ସେଇ ମୁକୁଟ ତାଙ୍କ ପାଇଁ ରଖାଯାଇଛି. ആ കിരീടം പ്രിയ സണ്ണി സഹോദരന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. କିନ୍ତୁ ବର୍ତ୍ତମାନ ପ୍ରଶ୍ନ അതിലൂടെ ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ଯୋଉ ମଣିଷ 1983 ଯାଇ ତାଙ୍କର ଦୌଡ଼ ଆରମ୍ଭ କରିଥିଲେ, 1983 ആരംഭിച്ച ആ ഓട്ടം ସେଇ କୋରାପୁଟ ട്രൈബൽ പോക്കറ്റ്ରେ കൊറാപുട്ട് ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങി പാർക്കുന്ന ആ ജില്ലയിൽ ସେଇ ଟ୍ରାକ୍ରେ ରେସିଂ ଟ୍ରାକ୍ରେ ആ ഓട്ടം, ആ ഓട്ടക്കളത്തിൽ କିଏ ଦୌଡ଼ ଲଗେଇବ? ഇനി ആരും പോയി നോക്കും. ପତରପିଡ଼ାର ଅଗଷ୍ଟସ୍ ଆସେମ୍ବ୍ଲିକୁ ମୁଁ ଏ ଆହ୍ୱାନ ଦିଏ. പത്തനംതിട്ട അത് മാത്രമല്ല ചുറ്റുപാടുള്ള സഭകളോട് ഞാൻ ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ଏ କୋରାପୁଟ ଆପଣଙ୍କୁ ସାଦରରେ ଅପେକ୍ଷା କରିକି ରହିବା. കൊറാപുട്ട് നിങ്ങളെ കാത്തിരിക്കുന്നു. ଆଉ କିଏ ଯାଇକି ସେଇ ରେସ୍କୁ କରିବ? ഇനി ആരവിടെ ചെന്ന് ഈ ഓട്ടം മുമ്പോട്ട് തുടർന്ന് കൊണ്ടുപോകും? ଏଇ ପ୍ରଶ୍ନ ମୁଁ ଆପଣଙ୍କୁ ഈ ചോദ്യം നിങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്യങ്ങൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
സണ്ണിമാനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശംസയാകുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു കൺവെൻഷൻ പ്രാസംഗികനല്ലായിരുന്നു നമുക്കറിയാം. എന്നാൽ ദൈവവചനം നന്നായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ആ വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ എന്നാൽ ആവോളം ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബവും. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് 5 പ്രാവശ്യം പോകുന്നതിനും അവിടെ ചില ഗ്രാമങ്ങളിലൊക്കെ ഇവരുടെ കൂടെ പോയി സാക്ഷ്യം വഹിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. ദൈവമക്കളുടെ സന്തോഷവും ദൈവമക്കളുടെ ഏർപ്പാടുകളും ഒക്കെയും എനിക്ക് വളരെ സന്തോഷകരമായി തോന്നിയിട്ടുണ്ട്. കുറെ നാളുകൾക്ക് മുൻപ് ഒരു അനാഥ ശാലയിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ സന്നിമാൻ പറഞ്ഞ ആലോചന ദീർഘനാളുകൾ കഴിഞ്ഞിട്ടും എനിക്ക് മറക്കാൻ ഒക്കുന്നില്ല. നിങ്ങളത് മറക്കരുത് എന്ന് വിചാരിച്ച് ഞാൻ ആ വാക്യം പറയുകയാണ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, എന്നെ ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അതാണ് വാക്യാംശം. നിങ്ങളല്ല എന്നും അതിന്റെ മുൻപിലുണ്ട്. നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. തന്റെ ജീവിതത്തിന്റെ സർവസ്വവും ആ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് അടിസ്ഥാനമാക്കി വളരെ ഹൃദയസ്പർശകമായ ഒരു സന്ദേശം നൽകിയത് ഇന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ ജലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ കരുതിക്കൊള്ളാം. ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. നമ്മൾ ഓരോരുത്തരും ഓരോരോ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. സുവിശേഷപരമായ പ്രവർത്തനങ്ങളും അല്ലാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ. ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. സന്നിമാൻ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് ഹൃദയത്തിൽ പിടിച്ചുകൊള്ളുവാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. എന്റെ ഓർമ്മയിൽ അത് വന്നതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ അനുഭവം അതാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എന്റെ പ്രിയ സണ്ണിമാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും തന്നെ സഹായിക്കാനും ശക്തീകരിക്കാനും അവർ മതിയായവനായിട്ടുണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ പേപ്പറിനകത്ത് വലിയൊരു ആശുപത്രിയിൽ വെച്ച് അവൻ എഴുതിയ പാട്ട് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനകത്ത് 2ാമത്തെ പാട്ടിൽ നൂനം ദൈവമേ നീ എൻ ദൈവം, നിന്നെ മാത്രം ഞാൻ അന്വേഷിക്കും. ഒരു ദൈവഭക്തന് പറയുവാനുള്ള ദൈവവുമായിട്ടുള്ള ഏർപ്പാടിൽ പറയാനുള്ളതാണ് നൂനം, യാതൊരു സംശയമില്ല, നിശ്ചയം. എന്താണ്? ദൈവമേ നീ എൻ ദൈവം. വലിയവനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് അതിന്റെ നിലയിൽ നിലനിർത്തുന്നവനായ ദൈവത്തെ പറയുന്ന ദൈവമേ നീ എൻ ദൈവം, നിന്നെ മാത്രം ഞാൻ അന്വേഷിക്കും. എന്റെ മഹത്വവും ബലവും നീ, നിനക്കായി ഞാൻ കാത്തിരിക്കും, നിന്നെ മാത്രം ഞാൻ കാക്ഷിച്ചിടും. അതെ, നമുക്ക് ഈ വചനത്തിൽ നിന്നുള്ള ഈ കാര്യം നമുക്ക്
ആദ്യന്മാരെല്ലാം ജീവിതത്തിൽ കാണിച്ച അനുഭവങ്ങളെ നമുക്ക് മാതൃകയാക്കി പൂർണ്ണമായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ നീ എന്റെ ദൈവം, നിന്നെ മാത്രം ഞാൻ ആശ്രയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവ് എത്രയും വേഗം വരുന്നു. അവിടുത്തെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിജയപ്രാപ്തമായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധാന 3 മക്കള് മുന്നോട്ട് വന്ന സമയങ്ങൾ കുറവാണെങ്കിൽ വിളിച്ചുകൊള്ളാനാവാത്ത അന്ന് വയസ്സിൽ 13 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ആ 13 ജില്ലകൾ ഓരോ വേലക്കാരൻ
ജൂണിൽ CS നോൺ സർവീസിലേക്ക് കടന്നു വന്നു. ആ സമയത്തിനാണ് അജയ്കുമാർ ക്ഷത്രിയ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. 82-ലാണ് സണ്ണി സഹോദരന് ദൈവവിളിക്ക് കീഴ്പ്പെട്ട് തന്റെ ജോലി രാജിവെച്ച് ആദ്യം ഞങ്ങൾ പ്രവർത്തിച്ച മറുപടി വന്നു. അതിനുശേഷം ജില്ലാവിൽ താമസിച്ച് ഭാഷ പഠിച്ച ശേഷമാണ് ജയ്പൂരിലേക്ക് വേലയ്ക്കായി മാറിയത്. താങ്കുളിസയിൽ 24 മുതൽ ഇതുവരെയും ഒരു ആത്മീയ ബന്ധം സ്വന്തം സഹോദരങ്ങളുടെ നിലയിലുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് വേലയിൽ സഹകരിപ്പാൻ ഇടയാക്കി. ഞങ്ങളെ 86 വിശാഖപട്ടണത്തേക്ക് മാറിയെങ്കിലും വിശാഖപട്ടണം ഒറീസയുടെ അടുത്ത പ്രദേശമാണ്. അധികം ഞങ്ങൾ ഒറീസയോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 200 വയസ്സിലെ വിലയോടും മേലക്കാരോടും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്നും ഒറീസയെ വേലയിൽ സഹകരിക്കാനും പ്രോത്സാഹിക്കാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സണ്ണി സഹോദരനെ ഒറീസയിലേക്ക് അയക്കുവാൻ പ്രേരിപ്പിച്ച ആധാരമായ വാക്യം, അത് എന്റെ മനസ്സിൽ തന്നെ പ്രേരിപ്പിച്ച വാക്യം വായിച്ചുകൊള്ളട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നമ്മുടെ വചനധ്യാനത്തിനെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുഭവപ്പെടുത്തും. പ്രിയ സഹോദരന് ഉണ്ടായിരുന്ന നല്ല ജോലി ഇട്ടിട്ട് ഒറീസയുടെ കാട്ടുപ്രദേശങ്ങളിലേക്ക് ഏറ്റവും പിന്നോക്കമായ പ്രദേശങ്ങളിൽ വന്ന് അവിടുത്തുകാരുടെ ആഹാരം കഴിഞ്ഞ രാത്രിയിലെ പ്രാർത്ഥനയിൽ സഹോദരന്മാർക്ക് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് ഞങ്ങളോട് ഭക്ഷിച്ചു. എന്താ ഭക്ഷിച്ചതായി പറഞ്ഞില്ല. ഒറീസയിലെ മുഖ്യമായ ആഹാരം പഞ്ഞിപ്പുല്ലിന്റെ കാടി. പഞ്ഞിപ്പുല്ലിന്റെ കാടി പിടിപ്പിച്ചതാണ് അവരുടെ മുഖ്യ ആഹാരം. അല്ലെങ്കിൽ രണ്ടാമത്തെ മുഖ്യ ആഹാരം 7 ദിവസം പഴക്കഞ്ഞെന്ന പഴവേലി. ഇതൊക്കെയാണ് ഒറീസയിലെ മുഖ്യമായ ആഹാരം. ഒരു കൂട്ടാനമില്ലാതെ ആ പഴവേലി ആ കാടി പിടിക്കുകയാണ്. അവർ കുടികളിൽ പോയി അവരോടുകൂടി ഇരുന്ന് ഈ കാടി പിടിച്ച് അവരുടെ ഒരാളെ പോലെ ശുശ്രൂഷിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. ഇവിടെ നിന്നും സമ്പാദിക്കാനോ ഇവിടെ നിന്നും സ്വർഗിച്ചു കൂട്ടുവാനല്ല സണ്ണി സഹോദരൻ ഒറീസയിലേക്ക് വന്നത്. സമ്പാദിച്ചു കൂട്ടാനായിരുന്നെങ്കിൽ തനിക്ക് കണ്ടിട്ടുണ്ടായ ജോലി വെട്ടുകളേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഈ സ്വർഗത്തിന്റെ പൗരനാക്കി ചെയ്ത കർത്താവിന് വേണ്ടി ഈ മലയിലെ നേരിടണമെന്ന ഒരു ഭാരമാണ് തന്നെ ഒറീസയിലേക്ക് നയിച്ചതും ഒറീസ മലകൾ കയറിയിറങ്ങി ആ ആദിവാസികളിടയിൽ അവരോട് ഒരുമിച്ച് കാത്ത് അധ്വാനിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതും ഈ സ്വർഗത്തിന്റെ പൗരനായി ഈ ഒറീസ കാട്ടുവാസികളെ തീരണമെന്നുള്ളതാണ്. കാരണം സ്വർഗത്തിലെ അമ്മച്ചൻ അനുഭവത്തിനെ മുമ്പിലേക്ക് അയച്ചത് പാപത്തിന്റെ അടിമത്തിൽ കിടന്ന മനുഷ്യരാജ്യം ആ സ്വർഗത്തിന്റെ പൗരനാക്കി തീർക്കാൻ വേണ്ടിയാണ്. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് തന്നോടുള്ള കൂട്ടായ്മയിൽ ഏതൊരു തോട്ടത്തിൽ ആക്കിയപ്പോൾ ദൈവത്തോട് ഒന്നിച്ച് പാർപ്പാനായിട്ടായിരുന്നു അവരെ ആക്കിയത്. എന്നാൽ പാപം ചെയ്ത് നഷ്ടപ്പെട്ട മനുഷ്യനെ നേടുവാനായി തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി രക്ഷകനായി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ആ പിതാവ് ആഗ്രഹിച്ചത് ഒരു മതം സ്ഥാപിക്കാനല്ലായിരുന്നു. ഞങ്ങൾ ഗ്രാമങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നത് പിന്നെയും പറയാനുള്ള കാര്യം ഞങ്ങൾ മതം പ്രസംഗിക്കാനുണ്ടാണ്. പിന്നെയോ ലോകരക്ഷകനെ, ലോകത്തിൽ ഏക രക്ഷകനെ നിങ്ങൾ അറിയിക്കാം. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് സ്വർഗത്തിന്റെ അവകാശമാക്കുവാനായി സ്വർഗത്തിൽ ഇറങ്ങി വന്ന രക്ഷകനെ നിങ്ങൾ അറിയണം. ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു മതം മാറുകയല്ല. പിന്നെയോ വിശാലത്തിന്റെ അധികാരം കഴിഞ്ഞ് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വേറിട്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശമായി തീരുന്നു. പ്രിയമുള്ളവരെയും മധ്യാഹ്നവേളയിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് അവൻ കുരിശിൽ കഷ്ടപ്പെട്ട് തന്റെ രക്തം തിരിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നത് ഒരു ക്രൈസ്തവ മതം സ്ഥാപിക്കാനായിട്ടല്ല. കുരിശിൽ ചുമന്നുകൊണ്ടിരുന്ന് മലകയറാൻ വേണ്ടിയല്ല കർത്താവ് കുരിശിൽ കഴിയത്. പിന്നെയോ സ്വർഗത്തിന്റെ പൗരനായി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അനേകരെ ആ സ്വർഗത്തിന്റെ അവകാശം തീർക്കുവാൻ വേണ്ടി അത്രേ കർത്താവ് ആ കുരിശിൽ ആ വേദനയേറ്റ് ആ നിന്ദയേറ്റ് ആ അവമാനം മരിച്ചു ചേർന്നതിന്റെ സർവ്വലോകത്തിന് രക്ഷ വരുന്നത്. അവിടെ വലിയ രക്ഷ. നമ്മുടെ പാപങ്ങൾ നമ്മെ രക്ഷിച്ചു, നമ്മെ നീതീകരിച്ച് ദൈവമാക്കി തീർത്തു. ഇന്ന് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആ ഒരു വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ട് സഭാ കൂട്ടായ്മയിൽ നമ്മെ ഓരോ ദിവസവും രക്ഷിച്ചു
രക്ഷിച്ചുകൊണ്ട് തന്റെ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ തന്റെ ആത്മീയ കൂട്ടായ്മയിൽ തനിക്ക് വേണ്ടി സാക്ഷികളായി ജീവിക്കുന്നതിനാൽ നമ്മെ അവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ രക്ഷയ്ക്കായി അവൻ വരുവാൻ പോകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ഈ സഭ സഹോദരൻ ഭയങ്കരമായ രോഗത്തിൽ കൂടെ കടന്നുപോയ നാടുകൾ 25 വർഷത്തിന് മുൻപ് തന്നെ നേരിട്ട രോഗം. ആ രോഗത്തിന് തന്നെ പിന്നെയും സൗഖ്യം കൊടുത്ത് ഒരീസിലേക്ക് പിന്നെയും അയച്ചത് ആ ശുശ്രൂഷയെ ചില ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ രോഗം നൽകി? എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ലായിരുന്നു. പിന്നെ നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമ്മെ ഓരോ ദിവസവും ശിക്ഷിച്ച് തന്റെ തേജസ്സോട് അനുരൂപരാജ്യങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ചിലപ്പോൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും ഒരു തട്ടാന് ആ പൊന്നീരിട്ട് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ റിഫ്ലക്ഷൻ, തന്റെ പ്രതിച്ഛായ ആ സ്വർണത്തിൽ തിളങ്ങുമ്പോഴാണ് ആ തീരുന്നത് വെച്ചെടുക്കുന്നത്. സന്ധിസഹോദരൻ ഈ അഗ്നിശോധന എന്തുകൊണ്ട് നൽകി നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ആ സ്വർഗത്തിലെ അപ്പച്ചന് തന്റെ ഛായ, തന്റെ റിഫ്ലക്ഷൻ ആ തന്റെ മകനിൽ കണ്ടപ്പോൾ മകൻ യു ആർ പെർഫെക്റ്റ് നൗ കം അപ്പ് തന്റെ സ്ഥലത്തിലേക്ക് ചേർത്തു. ഇവിടെ നമ്മുടെ ജീവിതത്തില് അവന്റെ സ്വരൂപത്തിലേക്ക് ദിനദിനം മാറുന്ന ഒരനുഭവം നമുക്കുണ്ടോ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ട ദൈവങ്ങളായി തീർന്നു. അത്രകൊണ്ട് നമ്മുടെ രക്ഷ തീർന്നോ? അതോ ദിനംതോറും നമ്മുടെ ദേഹിക്ക്, നമ്മുടെ മനസ്സിന് രൂപാന്തരം പ്രാപിച്ചവരായി, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടവരായി ആ രക്ഷയുടെ പ്രവൃത്തിയിൽ നാം വളരുന്നുണ്ടോ? ഇന്ന് നമ്മൾ എന്താണ് രക്ഷ നമ്മൾ നടന്നത്? അതേ നമ്മെ ദിനംതോറും വചനത്താൽ ശിക്ഷിച്ച് രക്ഷിക്കുന്നു, വചനത്താൽ നമ്മെ ശുദ്ധീകരിച്ച് രക്ഷിക്കുന്നു, ആത്മാവിനെ നമ്മെ ബലപ്പെടുത്തി രക്ഷിക്കുന്നു, ആത്മീയ കൂട്ടായ്മയിൽ ശുശ്രൂഷയിൽ നമ്മെ ബലപ്പെടുത്തി നമ്മെ രക്ഷിക്കുന്നു. അതേ രക്ഷയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചില്ല. അവൻ നമുക്ക് വേണ്ടി കുറിച്ച് നീതിയെ സാധിച്ചു. എന്നാൽ ദിനംതോറും നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തി തന്നെ പൂർത്തിയായപ്പോൾ, ആ വിശുദ്ധിയുടെ പ്രവൃത്തി പൂർത്തിയായപ്പോൾ അവൻ പിതാവ് തന്റെ സ്ഥലത്തിലേക്ക് ചേർത്തു. ഇനിയും നമ്മുടെ ദേഹത്തിന്റെ രക്ഷയ്ക്കായി അവൻ പിന്നെയും വരുന്നു. നമ്മുടെ കാഴ്ചയുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ദേഹത്തിന്റെ രക്ഷയ്ക്കായി, നമ്മുടെ തേജസ്കരണത്തിനായി നമുക്ക് വേണ്ടി പ്രാർത്ഥന തന്ന മനുഷ്യർക്കുന്നുണ്ട്. ഇന്ന് ഗ്രാമത്തെ വെളുത്തുവാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ നല്ല രക്ഷകൻ, നരകരക്ഷകൻ തേജസ്സോട് നമ്മെ വെളിപ്പെടുത്തുവാനായി താൻ തേജസ്സോട് പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളുടെ മകളോട് തേജസ്സിൽ പ്രത്യക്ഷമാകുന്നവരെ വ്യത്യാസം തരികയാണ്. പ്രിയ സഹോദരൻ വേദനയുള്ള ശരീരത്തിൽ കഴിഞ്ഞു. ആ വേദന കണ്ട് നമ്മൾ കുഴുത്തെത്തിച്ചു. കഴിഞ്ഞ മാസവും ഞാനും സഹോദരനും കൂടെ സഹോദരനെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ താൻ വളരെ വേദനയിൽ കൂടെ കടന്നു പോവുകയാണ്, പ്രയാസം കടന്നു പോകുന്നതാണ് തന്നെ. എന്നാൽ തന്റെ മുഖത്തിന് ഒരു വിഷമോ ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാകുലമോ കണ്ടില്ലെങ്കിലോ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. സഹോദരനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞങ്ങൾക്കറിയില്ല. എന്നാൽ തന്നെ കാണാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തായ ആ വേദനയെ കുറിച്ചുള്ള വിഷയവും വേദനയുടെ പരസ്യത്തിലെ കാര്യം മാത്രമാണ്. തന്റെ വേദനയെ കുറിച്ചോ തന്റെ ഭാരത്തെ കുറിച്ചോ ഒരു കംപ്ലൈന്റ് പോലും പറഞ്ഞില്ല. അതായത് എപ്പോഴും ആ ചിരിയോടുകൂടി മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന സ്വഭാവം. കാരണം കഴിഞ്ഞായിരുന്നു തനിക്ക് നേരിട്ടിരിക്കുന്ന ഈ ശോധന ആ സ്വർഗത്തിന് നാഥൻ തന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ്, തന്റെ സ്വരൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹിതത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. അത് നിറവേറി. അതിനൊന്നും നമുക്ക് നിരാശപ്പെടുവാനില്ല. സൗകര്യത്തിൽ കൂടെ ഞാൻ കഴിയാൻ കുഞ്ഞുങ്ങൾ വേദന കഴിയുന്നാല് നാം അവനെ കാണാൻ പോവുകയാണ് തേജസ്സോടുകൂടി. ഈ രോഗമുള്ള ശരീരത്തിലല്ല. പിന്നെ നമ്മുടെ നാഥൻ തേജസ്കരിക്കപ്പെട്ട് ഇന്ന് വ്യാപനം മറക്കുമ്പോഴേ അവന്റെ ശരീരത്തിന് സദൃശമായ തേജസ്സുള്ള ഒരു ശരീരം പ്രാപിച്ചതായി അവനോട് തുല്യരായി അവനോടുകൂടി വാഴണം, അവനോടുകൂടി എന്തൊന്നുമായിരിക്കാൻ യുഗമായിരിക്കാൻ നമ്മെ രക്ഷിക്കുവാൻ അവൻ പിന്നെയും വരുന്നു. പ്രിയമുള്ളവരെ, ഈ മധ്യാഹ്നവേള നമ്മുടെ രക്ഷയുടെ സ്റ്റേജിലേക്ക് അവസരമുണ്ട്. നീതീകരിക്കപ്പെട്ടവരായി പാപത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരായി നമ്മൾ പറയാൻ കുട്ടികളെ ചെയ്യപ്പെട്ടു വരും എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ? ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ ദൈവമകനായി തീർന്നു, നരകശിക്ഷയിൽ വിടുവിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നവരാണ് ഈ ശബ്ദം കേൾക്കുന്നവര്. അത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് കുരിശു ചുമന്നു അല്ലെങ്കിൽ ഏതോ ഉത്സവങ്ങൾ ആചരിച്ചു, ചില ആചാരങ്ങളെ നിർമ്മിച്ചുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി അഭിമാനിക്കുകയാണോ? അത് എനിക്ക് വേണ്ടി കുരിശിൽ നൽകിയ ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു ദൈവമകനായി തീർന്നതായ ആ ഉറപ്പ് ഇന്ന് പറയാൻ നമുക്കുണ്ടോ? സന്യാസ സഹോദരങ്ങളോട് ചോദിക്കുന്നതാണ്. ഒരിക്കലും കഷ്ടപ്പെട്ടത്, അധ്വാനിച്ചത്, പ്രയാസപ്പെട്ടത് തനിക്ക് വേണ്ടി എന്തെങ്കിലും നേടുവാനല്ല. പിന്നെയോ ഈ
ജനതയെ രക്ഷയിലേക്ക് നടത്തി അവർക്ക് ഉറപ്പോട് പറയാൻ കഴിയും ഞങ്ങൾ ദൈവമക്കളായി തീർന്നുള്ളത്. സണ്ണി സഹോദരൻ ഞങ്ങൾ ഈ ലോകത്തിലെന്തോ സമാധാനം തന്നല്ല, പിന്നെയോ ഞങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശം തീർന്നു എന്ന് അവർക്ക് പറയാൻ കഴിയും. ദൈവങ്ങളെ ഇന്ന് ഈ രക്ഷയുടെ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്ന ആ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവരെ ദൈവമക്കളായി തീർന്ന നിശ്ചയമായിരിക്കാം. രണ്ടാമത്തെ രക്ഷ ഏകീകൃത രക്ഷ, മനസ്സ് പുതുക്കപ്പെട്ടവരുടെ അനുഭവം. പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ട് പാരമ്പര്യ വിശ്വാസികളായിട്ട് ഏതോ അപ്പം മുറിക്കാനുള്ള വിശ്വാസികളും പൂർണ്ണമായി വിചാരിക്കണോ? അത് ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെട്ടവരായി, ഓരോ ദിവസവും പുതുക്കപ്പെട്ടവരായി, ഓരോ ജീവിതത്തിന്റെ പുതുക്കത്തിൽ നടന്നുകൊണ്ട് എന്നിൽ കൂടി ക്രിസ്തു വെളിപ്പെടേണ്ടതായ ആ ഒരു സമർപ്പണത്തോടെ നാം ജീവിക്കുന്നുണ്ടോ? നമ്മിൽ ആ രക്ഷയുടെ പ്രവൃത്തി ഇന്നും പൂർത്തീകരിക്കപ്പെടുന്നോ എന്ന് നമ്മെ പരിശോധിക്കണം. നാളെ അവർ പ്രത്യക്ഷനാകുമ്പോൾ തനിക്കുമ്പോൾ നാം കാണുമെന്നും അവരോട് സഹജത്തിലായിരിക്കുമെന്നും നിശ്ചയമായി പറയാൻ കഴിയുമോ? ഞാൻ 73 ഒറീസയിൽ പോകുന്ന സമയത്ത് ഒരു വാർദ്ധക്യത്തിന്റെ മാതാവിനെ സന്ദർശിക്കാനിരുന്നു. ഒരു ബിഷപ്പിന്റെ ഭാര്യ വാർദ്ധക്യത്തില് ഇടയ്ക്കിലായിരിക്കുമ്പോൾ അമ്മേ വേഗത്തിൽ കർത്താവിനെ കാണുന്ന പ്രത്യാശയുണ്ടെന്ന് ഒരു അമ്മ പറഞ്ഞു. മോനെ അങ്ങോട്ടങ്ങ് ആർക്കറിയാം. അനേക വർഷങ്ങൾ ബിഷപ്പിന്റെ ഭാര്യയായിരുന്നു. ശരീരത്തിൽ ശുശ്രൂഷിച്ച ദേവദാസവാണിയാണ്. സ്വർഗത്തിലുണ്ടാകുന്ന അറിയാൻ അങ്ങേക്ക് അറിയത്തുള്ളൂ. അത് നമുക്ക് തന്നെ പറയാൻ കഴിയുന്നത്. ഇത് അനേക ക്രിസ്ത്യാനികളുടെ വിചാരമുള്ള തന്നെയാണ്. സ്വർഗത്തിൽ പോകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, നമുക്ക് വളരെ ധൈര്യത്തോട് പറയാം. അവർ പ്രത്യക്ഷനാകുമ്പോൾ അവരെ അറിയിക്കുമ്പോൾ തന്നെ കാണുമെന്നും അവരോട് സദസ്യരായിരിക്കണം. നമ്മുടെ ഈ നാട്ടിലുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിൽ അനുരൂപമായി മാറ്റുവാൻ നമ്മുടെ പ്രിയം വെളിപ്പെടുകയാണ്. ഇന്ന് ലോകമുണ്ട്, വേദനയുണ്ട്, രോഗമില്ലാത്ത കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും രോഗവും വേദനയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്താണ്? എത്രയും വേഗം നമ്മുടെ പ്രിയം വരും, നമ്മുടെ ഈ ശരീരത്തെ മാറ്റും, നമുക്ക് മരുമേന്ദ്ര ദേശത്തിൽ തരും. അവരുടെ ഒരു ദേശത്തിൽ യുഗങ്ങൾ വാഴുവാനായി നാം ഒരുക്കപ്പെടുകയാണ്. നമ്മുടെ സഹോദരനെ ആ ഭാഗത്തിലേക്ക് ചേർക്കപ്പെട്ടു. ദേശം നമ്മളെ കാണാൻ പോകുന്നു. ധരിക്കുന്നവരാർക്കെങ്കിലും ആ ഉറപ്പില്ലെങ്കിൽ കർത്താവിനെ വിശ്വസിച്ച് ആ ഉറപ്പുകാരുവാൻ, ആ പ്രത്യാശയോട് ജീവിക്കാൻ വലിയ സണ്ണി സഹോദരന്റെ വേല പൂർത്തീകരിച്ചു. ഒറീസയിലെയും ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകാത്ത ഈ സത്യത്തെ അറിയാത്ത അതിനെ കഴിയുന്നു. സണ്ണി സഹോദരന്റെ ഉപയോഗിക്കുന്ന ആ വേലയെ ആരെടുത്തു? ഒറീസക്കാരായ സഹോദരന്മാരെന്ന് ധാരാളം പേരുടെ വന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കട്ടെ. കേരളക്കാരായ സഹോദരന്മാര് വേലയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുവാൻ, ധൈര്യം കൊടുക്കുവാൻ ഇല്ലായെങ്കിൽ ഒറീസയിലെ അനുവദിച്ചു പോകും. ഒറീസ സഹോദരന്മാരെ ദുഃഖിപ്പിക്കുവാനാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മ വെളിച്ചം, പക്വത അവിടെ വരണമെങ്കിൽ ഈ വർഷങ്ങളുണ്ട്. അതുകൊണ്ട് കേരളക്കാരായ സഹോദരന്മാർ നേതൃത്വം കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ സ്ഥിരപ്പെടുത്തിയെങ്കിലല്ലാതെ ഒറീസയിൽ നിന്നുള്ളതായ സഭകള് നിലനിൽക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് സണ്ണിധാരെ ലഭിച്ചു വരുന്ന ആ കാലയിൽ നിന്നുകൊണ്ട് ഒറീസയിലെ വീണ്ടെടുത്തുകൊണ്ട് ഈ വിലയെ മുൻപോട്ട് ചെയ്യുവാൻ, സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവർ വേണ്ട കൈകാര്യം കൊടുക്കുവാൻ, അവർ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് സ്ഥിരപ്പെടുവാൻ പ്രിയമുള്ളവരെ, ഈ മധ്യാഹ്നം സണ്ണി സഹോദരൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഓട്ടത്തിൽ വെച്ചു, ഞാൻ നല്ലപോലെ വിശ്വാസം തന്നു. ബട്ട് കണ്ടിന്യൂ ദാറ്റ് റേസ്. ആ ഓട്ടക്കടലിൽ മുൻപോട്ട് വന്ന് ഈ വേല തുറന്ന് മുൻപോട്ട് ചെയ്യുവാൻ, ഒറീസയുടെ സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരുടെ ഒരുമിച്ച് പാർത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുവാൻ സമർപ്പണമായ സഹോദരങ്ങളെ മുൻപോട്ട് വരിക. ഒറീസയിലെ വേലയെ വേണ്ടി പ്രാർത്ഥിക്കുക, ഒറീസയിലെ വേലയെ ധൈര്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് കർത്താവ് പ്രത്യാശ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേർപാട് ദുഃഖമാണെങ്കിലും അവർക്ക് ആ പ്രത്യാശ ധൈര്യമാൻ കഴിയുന്നുണ്ട്. അവരെ സ്തുതിക്കുകയാണ്. പ്രിയ അപ്പച്ചന്മാരെ മക്കളെ ദൈവം വേലയ്ക്ക് കൊടുത്തു. ആ മക്കളുടെ വേർപാട് അവർക്ക് ദുഃഖമുണ്ടെങ്കിലും അവർക്ക് അവന് പ്രത്യാശയുണ്ട്. നമ്മുടെ കൂടെയിരിക്കുന്നവര്, ഈ വചനം കേൾക്കുന്നവര്, ഈ പ്രത്യാശ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് രക്ഷയുടെ ഉറപ്പ് പ്രാപിച്ചവരായി അവർ വെളിപ്പെടുമ്പോൾ അവരോടുകൂടി ദേശം കാണുമെന്ന് ആ നിശ്ചയം പ്രാപിച്ചാൽ ജീവിക്കാൻ ദൈവമായ കർത്താവ് ഓരോരുത്തർ കൂടിയാക്കി തീർക്കട്ടെ. ദൈവജനങ്ങളെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. On behalf of all the children who are gathered from different assemblies, may we tell you that we have great brethren from Orissa. May we tell you that we will continue to pray for you and we will stand behind you. And if the Lord gives us opportunity, we dedicate our life to come and stay with you and to share whatever the Lord has given to us.
റോയി ഡാനിയൽ എന്ന സുവിശേഷകൻ മാത്രമല്ല മകനായിരുന്നു. റോയി ഡാനിയൽ വേറൊരു സുവിശേഷകനാണ് അദ്ദേഹത്തിന്റെ മകനാണ്. സണ്ണിച്ചായൻ മസ്കറ്റിലെ വേർപെട്ടാണ് പോയെങ്കിൽ കാനഡയിൽ നിന്നും ജപ്പാനിലേക്ക് ജോലിയൊക്കെ വിട്ട് കത്തശ്ശേരിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് എനിക്ക് നേരിട്ടറിയാവുന്ന പോലെ ഇന്ത്യയിലെ അനേക പാവപ്പെട്ട സഹോദരങ്ങളെ അവരുടെ വീടുകളിൽ ചെന്ന് സഭാപുകളിൽ ചെന്ന് കണ്ടെത്തി അവരെ ആത്മീയവും ഭൗമികവുമായ നന്മകൾ കൊണ്ട് സഹായിക്കുന്ന വിലപ്പെട്ട ഒരു കർത്തദാസനാണ് പ്രിയ റോയിച്ചായൻ എന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വരെയും പോയിട്ടുള്ള പല സ്ഥലങ്ങളിൽ എനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവരെയും അഭിമാനത്തോടെ പറയട്ടെ. ലഭിക്കുന്നതിന്റെ വാക്കുകൾ ഇപ്പോൾ നന്ദി പറയുവാൻ ബഹുമാനപ്പെട്ട റോയിച്ചായനെ ആദരവോടും സമയം വളരെ കടന്നുപോയി. അതുകൊണ്ട് എന്റെ വാക്കുകളും വളരെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിലെ ആദ്യമായിട്ട് ഇവിടെ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഒറീസയിലെ സഹോദരന്മാരോട് അവരുടെയും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ ഇത്രമാത്രം ക്ഷമയോടുകൂടി സഹകരിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. നിങ്ങളെ കാണുന്നത് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ സന്തോഷമാണ്. അതിന് ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ദൈവനാമത്തിലുള്ളവരാകട്ടെ. ഒന്നാമതായിട്ട് എനിക്ക് ഓർക്കുവാനുള്ളത്, സണ്ണി രോഗിയായി ആശുപത്രിയിലായിരുന്നപ്പോൾ ബെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിച്ചതായ സഹകരണവും അവിടുത്തെ ഡോക്ടർ വിക്രം മാത്യു ആയിരുന്നു മെയിനായിട്ട് തന്നെ ചികിത്സിച്ചത്. വിക്രം മാത്യുവും തന്നോട് കൂടെ പ്രവർത്തിച്ച എല്ലാ സ്റ്റാഫും വളരെ നല്ല രീതിയിൽ, വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അപ്പുറത്തായിട്ട് വേലി കടന്നും അവർ ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സഹായിച്ച് എല്ലാ നിലയിലും അവരുടെ സന്നിയോടുള്ളതായ സ്നേഹവും പരിചരണവും അവർ നടത്തി. അത് ഓർത്ത് ഡോക്ടർ വിക്രം മാത്യുവിനും ടീമിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വിക്രം മാത്യു മാത്രമല്ല, ഞങ്ങളുടെ കൂടെ അസിസ്റ്റന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ചില ഡോക്ടർമാരെ വളരെ സ്നേഹപൂർവ്വം വ്യക്തിപരമായ രീതിയിൽ അവരുടെ ശുശ്രൂഷകൾ നിർവഹിച്ചു. അവരെയൊക്കെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്. അതുപോലെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അവിടെയുള്ളതായ ശുശ്രൂഷയും പ്രത്യേകിച്ച് ഡോക്ടർ സെറോ മാത്യു ഞങ്ങൾ അറിയുമായിരിക്കും. മലപ്ര സഭയുടെ ഒരു മരുമകളാണ് സെറോ മാത്യു. വളരെ സഹായിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ വെല്ലുവിളി സഭയിലുള്ളതായ അനേക സഹോദരന്മാർ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ മാത്രമായിരുന്നില്ല, വെല്ലുവിളി സഭയിൽ നമ്മളോട് സഹകരിക്കുന്ന ഡോക്ടർമാർ പലരുണ്ട്. അവരെല്ലാം തങ്ങളാൽ കഴിയുന്നത് അതിനപ്പുറമായിട്ട് സഹകരിച്ചു. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ളതായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഉൾനാട് ഭവനത്തിലെ ഒരു ബന്ധുവാണ് സഹോദരൻ രജി മദ്രാസിൽ താമസിക്കുന്നു. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. തന്റെ എല്ലാ പ്രാവശ്യം സണ്ണിക്ക് പോകുന്ന അവസരത്തില് താൻ ബന്ധുപ്രസ് കൂട്ടായ്മയിലാണ് തന്റെ പ്രാർത്ഥനാ മനുഷ്യനാണ്. ഞാൻ തന്റെ കൂട്ടത്തിലുള്ളതായ ചില പാസ്റ്റർമാരെ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ എല്ലാ ടീമുകളിലേക്ക് പോകുന്നതിന് മുമ്പും അങ്ങനെ ഒരു പ്രാർത്ഥന വലയം എന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാസ്റ്റർമാർക്കായിട്ടും സഹോദരങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ളതായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ സണ്ണിയെ ഓർത്ത് ലോകത്തെ എമ്പാടുമുള്ളതായ ദൈവമക്കൾ, മലയാളികളും അല്ലാത്തവരും വിദേശികളുമായിട്ടുള്ള അനേകര് പ്രാർത്ഥിക്കുണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ പ്രാർത്ഥനയാണ് സണ്ണിയെയും കുഞ്ഞിനെയും അവരുടെ പ്രിയപ്പെട്ടവരെയും ഇത്രത്തോളം ധൈര്യപ്പെടുത്തുവാൻ ഇടയായത് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ സണ്ണിയുടെ മരണ വാർത്ത അറിഞ്ഞ് ഫോണിൽ വിളിച്ച് സംസാരിച്ച് അവരുടെ ഖേദം പ്രകടിപ്പിച്ചതായ അനേകരുണ്ട്. വിദേശത്ത് നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ നന്ദി രേഖപ്പെടുത്തിയാണ്. പിന്നീട് സഭകളിൽ വെച്ച് ശുശ്രൂഷ നടത്തുവാനുള്ള അനുവദിച്ചു തന്നതായ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. സഹോദരൻ റോയ് മാത്യു ഇതിന്റെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ഇടയായി. തന്നോടുള്ളതായ നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ വന്ന് മ്യൂസിക് സംഗീത
ഒടുവിൽ വന്ന് സഹായിച്ചത് റവറൻ സാമും താന് അവസാന നിമിഷത്തിൽ അവിടെ വന്ന് അവിടെ നടക്കേണ്ടതായ പല പ്രൊസീജിയേഴ്സും തിരിച്ച് ജഡം കൊണ്ടുപോരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊസീജിയേഴ്സ് എല്ലാം ഏറ്റവും വേഗത്തിൽ കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് താൻ ഇടപെട്ട് എല്ലാ ഓഫീസുകളിലും അതിനെ കാണേണ്ടവരെ കണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് താൻ പ്രവർത്തിച്ചു. ആ പ്രിയ റവറൻ സാമിനെയും അവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. തന്നോടുള്ളതായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തിയാണ് ദൈവനാമത്തിലുള്ളതാണ്. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. ഇവിടെ പറയാനായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തില് സാമ്പത്തിക കൂട്ടായ്മ കാണിച്ച അനേക ദൈവങ്ങളുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവരെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സഭയിൽ വളരെ ആദരവോടെ പ്രാർത്ഥനയോടെ സഹകരിച്ച എല്ലാവരും നന്ദി പറയുകയാണ്. മേലപ്രാ സഭയിലെ ഒരാളായ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. എന്നാൽ അതിന് മുമ്പ് ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട കാര്യം സാർ വാക്ക് പറയുന്നു. ആചരിക്കാനും